ഈ നോർത്ത് ഈസ്റ്റ് പോകുന്നത് നമ്മുടെ മനസ്സിലൊരു വലിയൊരു സ്വപ്നമെന്നല്ല, അത് പോയേ കഴിയൂ എന്ന് തീരുമാനിക്കുന്നതിനൊരു കാരണം, അന്ന് ഫേസ്ബുക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇൻസ്റ്റ ഇല്ല അന്ന്. ഏതാ സമയം? 2010 ആ ടൈമിലാണ്. ആ സമയത്ത് ഈ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് മുമ്പ് ഈ ദൂരദർശനിൽ മിലേ സുർ മേരാ തുമാര എന്നൊരു ക്യാപ്ഷനിൽ ഇത് ഇന്ത്യയിലെ പല കൾച്ചറൽ കലകളും മ്യൂസിക്കൊക്കെ ആയിട്ട് ചേർന്ന് വരുമായിരുന്നു മിലേ സുർ മേര. കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ദൂരദർശൻ കാലമാണ്. അപ്പോൾ അതിൽ ഇന്ത്യയിലെ വളരെ ഇതായിട്ടുള്ള മ്യൂസീഷ്യൻ രവിശങ്കർ, അതുപോലെ സന്തൂറിൽ ശിവകുമാർ ശർമ്മ, അതിലൊരു പോർഷനിൽ ഈ നാഗാലാൻഡിലെ ഒരു ഡാൻസ് പോർഷൻ അതിൽ വന്നിരുന്നു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് അന്ന് പതിഞ്ഞ മനസ്സിലെ ചിത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ പത്രത്തിലെ ഇന്നത്തെ പരിപാടികളിൽ തിരുവനന്തപുരത്ത് നഗരത്തിലെ ഏത് പ്രോഗ്രാം വന്നാലും എനിക്ക് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ നടന്നോ ബസ് കയറിയൊക്കെ പോകും. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒക്ടേവ് എന്നൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 7 ദിവസത്തെ പ്രോഗ്രാം. ഒക്ടേവ് എന്ന് പറയുമ്പോൾ ഇതിന് കേട്ടിട്ടില്ല, വാക്ക് കേട്ടിട്ടില്ല. നോക്കിയപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളുടെയും അവരുടെ ആർട്ട്, അതുപോലെ തന്നെ അവരുടെ ക്രാഫ്റ്റിൻ്റെയൊക്കെ അവതരണമാണ്. അന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് അത് മുൻകൈ എടുത്ത് കേരളത്തിൽ നിന്ന്, കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതാണ്, ആദ്യമായിട്ട് അവസാനം. അതിനുശേഷം പിന്നെ കേരളത്തിൽ നടന്നിട്ടുമില്ല. നോർത്ത് ഈസ്റ്റ് അതായത് അസം മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഓരോ സ്റ്റേറ്റിലെയും വിവിധ ഗോത്രങ്ങൾ, നാഗാലാൻഡിൽ മാത്രം ശരിക്ക് 18 ഗോത്രങ്ങളുണ്ട്. ഈ നാഗാലാൻഡിൽ അവരുടെ ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ ഈ 18 ഗോത്രങ്ങളും വരും. ഈ 18 ഗോത്രങ്ങളുടെ ഗ്രാമങ്ങളും പോവുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഒരു ഗോത്രത്തിലെ ഗ്രാമം പോകാൻ ചിലപ്പോൾ നമുക്ക് 2 ദിവസം വേണ്ടി വരും. ട്രക്ക് നമ്മളിപ്പം ട്രക്കിംഗ് ആയാലും വണ്ടിയിലായാലും, കാരണം ഒരു 150 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ചിലപ്പം, പക്ഷെ വാഹനം ഉണ്ടാവില്ല. നാഗാലാൻഡ് വളരെ ചെറിയൊരു, അത് ഫോറസ്റ്റാ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. പക്ഷേ ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ വരും. അപ്പോൾ ഈ നാഗാലാൻഡിലെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ അല്ലാതെ ഈ 17 ഗോത്രങ്ങളും അരുണാചൽ പ്രദേശിലെ, സിക്കിമിലെ, അതുപോലെ തന്നെ മിസോറാമിലെ എല്ലാ ഗോത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കലാരൂപങ്ങളുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എന്നെ ത്രില്ലടിപ്പിച്ചു. ഒന്ന്